അവിടെ ഒരാളുടെ ചോദിച്ച് മനസ്സിലാക്കി 3 കടല് ഒരുമിച്ച് ചേർന്നതെന്നാണ് പറയുന്നത്. അതോ അവിടെ ഒരു ക്ഷേത്രത്തിൻ്റെ ഭാഗത്ത് പറയുന്നു. അപ്പോൾ ഇവിടെ വന്നവർക്ക് ഈ പാറയിൽ കയറി കടലിൽ ഇങ്ങനത്തെ വരെ വരാം. മീൻ അടിപൊളി. കറക്റ്റാണ് കേട്ടോ. ഇതിൻ്റെ ഇടയ്ക്ക് നോക്കിയാണെങ്കിലും നല്ല ആഴമുണ്ട് കേട്ടോ. നല്ല സൂപ്പറായിട്ട് കാലൊടിഞ്ഞ പിന്നെ അവിടെ ഇരിക്കും. കൂടുതൽ ഉപദേശിക്കില്ല, ഞാൻ തന്നെ ചെന്ന് വീഴും. ഹലോ, എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ എൻ്റെ യാത്ര എന്ന് പറയുന്നത് കന്യാകുമാരിയിലോട്ടാണ്. കന്യാകുമാരിയുടെ കാഴ്ചകളാണ് ഇന്നത്തെ എൻ്റെ വീഡിയോ. ഞാൻ തമ്പാനൂരിൽ നിന്ന് 10:30-ക്കുള്ള ട്രെയിനിൽ ആണ് കന്യാകുമാരിയിലോട്ട് പോകുന്നത്. ഞാൻ മാത്രമല്ല കേട്ടോ വന്നത്, എൻ്റെ ഒരു ഫ്രണ്ടും കൂടെ ഉണ്ട്. ഫ്രണ്ട് പാളയത്തിറങ്ങിപ്പോയി. 10:30 റെയിൽവേ സ്റ്റേഷനിൽ വരാമെന്ന് പറഞ്ഞു. അപ്പം ഞാനിപ്പം ഓവർബ്രിഡ്ജിൽ നിന്ന് തമ്പാനൂർ റെയിൽവേ സ്റ്റേഷനിലോട്ട് നടക്കുകയാണ്. അപ്പോൾ എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. വീഡിയോ ആദ്യമായി കാണുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. രാവിലെ റെയിൽവേ സ്റ്റേഷൻ്റെ ഫ്രണ്ട് എല്ലാം നല്ല ബ്ലോക്കാണ് കേട്ടോ. ഓട്ടോയുടെ ബഹളം. ഇവിടെ ഓട്ടോ സ്റ്റാൻഡ്, റോഡിലുള്ള ഓട്ടോ സ്റ്റാൻഡാണ് ഇത്. പ്രീപെയ്ഡ് ഓട്ടോ സ്റ്റാൻഡാണ് കേട്ടോ. രാവിലെ തമ്പാനൂർ നല്ല തിരക്കാണ് കേട്ടോ. ഞാൻ റോഡിൻ്റെ ഇപ്പുറത്തോട്ട് ചാടി. രാവിലെ നല്ല തിരക്കാണ്. ബസ്സും ഓട്ടോയും കാറും ആൾക്കാരും നല്ല ഒരു തിരക്കുള്ള ഏരിയയാണ് കേട്ടോ. ട്രെയിനിലൊക്കെ രാവിലെ നല്ല തിരക്കായിരിക്കും. തമ്പാനൂർ റെയിൽവേ സ്റ്റേഷൻ്റെ ഫ്രണ്ടിലുള്ള ഒരു അമ്പലമാണ് കേട്ടോ ഇത്. ചെടിയൊക്കെ മറിഞ്ഞിരിക്കുകയാണ്. നല്ല ഒരു അറ്റ്മോസ്ഫിയറാണ് കേട്ടോ. ഇത്രയും തിരക്കിൻ്റെ ഇടയിലാണെങ്കിൽ പോലും ഈ അമ്പലം നല്ലൊരു അറ്റ്മോസ്ഫിയറാണ്. ട്രെയിന് 10:30-ക്കല്ല കേട്ടോ, 12 മണിക്കാണ്. അപ്പം ഞാൻ ഇവിടെ നിന്ന് ഈസ്റ്റ് കോർട്ടിൽ പോയിട്ട് കുറച്ച് പർച്ചേസിങ് എല്ലാം നടത്തിയിട്ട് വരാമെന്ന് വിചാരിച്ചു. ഫ്രണ്ടാണെങ്കിൽ പാളയത്തോട്ട് പോയി. അപ്പോൾ അവ ആ സമയമാകുമ്പോഴേ വരുള്ളൂ. അപ്പോൾ അത്രയും സമയം റെയിൽവേ സ്റ്റേഷനിൽ ഇരിക്കേണ്ട കാര്യമില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് പുറത്തോട്ട് പോയി ഒരു പർച്ചേസിങ് ഒക്കെ നടത്തിയിട്ട് വരാമെന്ന് വിചാരിച്ചു. ബിഗ് ബസാറിലോട്ട് പോകാമെന്ന് വിചാരിച്ചു. സ്റ്റേഷൻ്റെ ബാക്ക് സൈഡ് വഴി പുറത്തോട്ട് ഇറങ്ങുകയാണ് ഞാൻ. ബിഗ് ബസാറിൽ പോയി കുറച്ച് പർച്ചേസിങ് നടത്താമെന്ന് വിചാരിച്ച് പോവുകയാണ്. ഞാൻ റെയിൽവേ സ്റ്റേഷൻ്റെ ബാക്ക് സൈഡ് വഴി പുറത്തോട്ട് ഇറങ്ങി കേട്ടോ. ഇവിടെ ഒരു വലിയ ബിൽഡിംഗ് ഉണ്ടായിരുന്നു, അത് ഇടിച്ചു കളഞ്ഞിട്ട് പണി എന്തോ നടക്കുകയാണ്. അപ്പോൾ ഞാൻ ഈ ബാക്ക് സൈഡ് വഴി പുറത്തോട്ട് ഇറങ്ങിയിട്ട് ഈസ്റ്റ് ഹോട്ടലിലോട്ട് പോകാമെന്ന് വിചാരിച്ചത്. ഈസ്റ്റ് ഹോട്ടലിലോട്ട് പോയിട്ട് ഒരു പർച്ചേസിങ് നടത്താം എന്ന് വിചാരിച്ച് പോവുകയാണ്. ഇവിടെ ഒരു ഷോർട്ട് കട്ട് റോഡുണ്ട്, ആ ഷോർട്ട് കട്ട് റോഡ് വഴി ഈസ്റ്റ് ഹോട്ടലിലോട്ട് പോവുകയാണ്. ഇത് റെയിൽവേ സ്റ്റേഷൻ്റെ സൈഡിലുള്ള ഒരു ഇടവഴിയാണ് കേട്ടോ. ഈസ്റ്റ് ഹോട്ടലിലോട്ട് പെട്ടെന്ന് കട്ട് ചെയ്തിറങ്ങാൻ പറ്റിയ ഒരു ഇടവഴിയാണ്. ഇതിൻ്റെ ഈ ബിൽഡിങ്ങിൻ്റെ ബാക്ക് സൈഡ് വഴിയാണ് കേട്ടോ ആമയാണ് ഞാൻ തോടൊക്കെ പോകുന്നത്. ഇന്നാളൊരു തൊഴിലാളി വീഴുന്ന് മരിച്ച തോട് ഇതിൻ്റെ ബാക്കിലാണ്. ഈ ബിൽഡിംഗ് എല്ലാം അങ്ങറ്റം വരെ മാത്രമേ സേഫ്റ്റി ആയിട്ട് ബിസിനസ്സൊക്കെ ചെയ്യുന്ന ആൾക്കാർക്ക് ഇരിക്കാൻ പറ്റുള്ളൂ. അതിൻ്റെ അപ്പുറത്തോട്ടൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മഴ പെയ്ത് കഴിഞ്ഞാൽ വെള്ളം ഇങ്ങ് റോഡിൽ കയറി കിടക്കും. അതാണ് അവസ്ഥ. വെള്ളം ഇങ്ങ് റോഡിൽ കയറി കിടക്കും. ഇത് ഞാൻ പറഞ്ഞ ഈ
കടയുടെ അപ്പുറത്തൊട്ട് അങ്ങോട്ടാണ് കേട്ടോ. ഇവിടെ എല്ലാം വെള്ളം ഇങ്ങ് റോഡിൽ കയറും. തിരുവനന്തപുരത്തെ ഏറ്റവും വൃത്തികെട്ട തോടാണിത്. ഗണപതി ക്ഷേത്രത്തിൻ്റെ സൈഡ് വഴിയാണ് ഈ തോട് ഒഴുകുന്നത്. ഇത് കണ്ടോ, സെൻട്രൽ തിയേറ്ററാണ് കേട്ടോ. പണ്ടത്തെ സെൻട്രൽ തിയേറ്ററാണ്. പുതുക്കി പണിയാത്ത ഏക ഒരു തിയേറ്ററാണ് തിരുവനന്തപുരത്ത്. ഈ തിയേറ്റർ പുതുക്കി പണിതിട്ടില്ല. പണ്ട് എങ്ങനെയാണോ അതുപോലെയാണ് കിടക്കുന്നത്. തിരുവനന്തപുരത്ത് ഏറ്റവും വൃത്തിയായിട്ടൊരു തോടാണ്. എത്ര നന്നാക്കിയാലും ഈ തോട് നന്നാവില്ല. അങ്ങനത്തെ ഒരു തോടാണ്. ഗണപതി ക്ഷേത്രമാണ് ഇത് അവിടെ കാണുന്നത് കേട്ടോ. ഗണപതി ക്ഷേത്രം അങ്ങോട്ട് നടന്നു പോകുമ്പം കാണാം. നിങ്ങൾ അവിടെ കാണുന്നത് തകരപ്പറമ്പ് പാലമാണ് കേട്ടോ. ഈ ഇവിടെ കാണുന്നത് ഗണപതി കോവിലാണ്. ഇതിലൂടെ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ആറ്റുകാൽ ക്ഷേത്രമാണ് കേട്ടോ. ഞാൻ വന്നത് ഈ വഴി കൂടെയാണ്. ഈ ബിഗ് ബസാറില്ല കേട്ടോ, റിലയൻസിൻ്റെ സ്മാർട്ട് ബസാറാണ്. പണ്ട് ബിഗ് ബസാറായിരുന്നു, ഇപ്പോൾ റിലയൻസിൻ്റെ സ്മാർട്ട് ബസാറാണ്. അപ്പോൾ അവിടേക്കാണ് ഞാൻ പോകാമെന്ന് വിചാരിച്ചത്, പെർഫ്യൂം വാങ്ങാൻ വേണ്ടി. പണ്ട് ഇത് ബിഗ് ബസാറായിരുന്നു, ഇപ്പം സ്മാർട്ട് ബസാറാണ്. ഇതാണ് ആ കട. ഞാൻ സ്മാർട്ട് ബസാറിന് അകത്ത് കയറിയിട്ടാ. ഇതിൻ്റെ എക്സലേറ്റർ വഴി മുകളിലോട്ട് പോവുകയാണ്. ഇത് താഴത്തെ അവിടുത്തെ ഷോപ്പാണ്. എക്സലേറ്റർ വഴി മുകളിലോട്ട് പോയി പെർഫ്യൂം എടുക്കാൻ വേണ്ടി പോവുകയാണ്. ഒരു പെർഫ്യൂം വാങ്ങാൻ വേണ്ടിയാണ് വന്നത്. സ്മാർട്ട് ബസാറിനകവും പെർഫ്യൂമും ഒരു സ്നിക്കേഴ്സും വാങ്ങിയായിരുന്നു കേട്ടോ. ഈ പെർഫ്യൂമിൻ്റെ ഒറിജിനൽ വിലയെന്ന് പറയുന്നത് 1000 രൂപയുടെ പെർഫ്യൂമാണ്. റിലയൻസിൽ നിന്ന് 499 രൂപയ്ക്കാണ് എനിക്ക് കിട്ടിയത്. 1000 രൂപയാണ് ഇതിൻ്റെ യഥാർത്ഥ ഒറിജിനൽ വില. 499 രൂപയ്ക്ക് കിട്ടി. കൊള്ളല്ലേ? ഞാൻ അവിടെ നിന്ന് പർച്ചേസ് ചെയ്തിട്ട് താഴോട്ട് ഇറങ്ങി കേട്ടോ. ഇതാണ് പെർഫ്യൂം. പർച്ചേസ് ചെയ്തിട്ട് താഴോട്ട് ഇറങ്ങിയാണ്. ഞാനിനി തിരിച്ച് റെയിൽവേ സ്റ്റേഷനിലോട്ട് പോവുകയാണ് കേട്ടോ. ഇവിടെ നിന്ന് പർച്ചേസിംഗ് എല്ലാം കഴിഞ്ഞ് ഇനി ട്രെയിൻ വരാൻ സമയമായി. അപ്പോൾ റെയിൽവേ സ്റ്റേഷനിലോട്ട് പോവുകയാണ്.